ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. 1688 മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്ന ജനകീയ സമരം നടന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776. 1776 അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നത്. ഫ്രഞ്ച് വിപ്ലവം 1789. പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവം, കാരണം 1789 ആ നമ്പറിൻ്റെ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ചൈനീസ് വിപ്ലവം നടന്നത് 1911. 1911 നമ്മുടെ അയൽ രാജ്യമായ ചൈനയിൽ ചൈനീസ് വിപ്ലവം നടന്നത്. റഷ്യൻ വിപ്ലവം 1917. അപ്പോൾ 1917 എന്ന വർഷം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1914 മുതൽ 1918 വരെയാണ്. 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് 1918. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം 1939 മുതൽ 1945 വരെയാണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് 1939 അവസാനിക്കുന്നത് 1945. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 2 വർഷം മുന്നേ 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776. ഫ്രഞ്ച് വിപ്ലവം 1789. ചൈനീസ് വിപ്ലവം 1911. റഷ്യൻ വിപ്ലവം 1917. ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 1918 വരെ. രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 1945 വരെ. ഡിഗ്രി ലെവലായിക്കോട്ടെ, 10th ലെവലായിക്കോട്ടെ, +2 ലെവലായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള PSC പരീക്ഷകളിലെയും ഒരു ഹോട്ട് ടോപ്പിക്കാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ളത്. പ്രധാനമായും വർഷങ്ങൾ തന്നിട്ട് ഇന്ന വർഷം നടന്നത് ഏത് വിപ്ലവമാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 3-4 വർഷങ്ങളും ഒപ്പം 3-4 വിപ്ലവങ്ങളും തന്നിട്ട് ചേരുംപടി ചേർക്കാൻ ചോദിക്കാം. ഒരു ഹോട്ട് ടോപ്പിക്കാണ്, അപ്പോൾ വിട്ടുകളയരുത്. 1 മാർക്കാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക, ഉയർന്ന റാങ്ക് നേടുക. താങ്ക്